ഹലോ. എന്നത്തെയും പോലെ ഒരു വൈകുന്നേരമാണ് കേട്ടോ. അതപ്പോൾ സ്കൂൾ വിട്ടാൽ വരാറായി. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് അവന് കഴിക്കാനൊന്നുമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. പെട്ടെന്നൊരാഗ്രഹം. കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റിൽ കണ്ട ഒരു കൂട്ടുകാരി അട ഉണ്ടാക്കുന്നത്. അത് കണ്ടപ്പോൾ തൊട്ട് നൊസ്റ്റടിച്ചതാണ് കേട്ടോ. കുറേ നാളായി അങ്ങനെ വാഴയിൽ അടയൊക്കെ ഉണ്ടാക്കിയിട്ട്. എന്നാൽ ഇന്ന് വൈകുന്നേരം അത് തന്നെ കഴിക്കാനുണ്ടാക്കി. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ആകെ ഉള്ളൊരു പ്രതീക്ഷ ഇതുപോലത്തെ വാഴയില പൊതിഞ്ഞ അടയും, ഇനി ചക്കയുടെയോ കപ്പയുടെയോ ഒക്കെ കാലമാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പുഴുങ്ങിയതോ, ഇനി അതൊന്നും ഇല്ലെങ്കിൽ ശർക്കരയിൽ ഗോതമ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് കൈപ്പത്തി കൊണ്ട് അമ്മ ദോശക്കല്ലിൽ അപ്പം ഉണ്ടാക്കി തരും. അപ്പോൾ അതൊക്കെയായിരുന്നു. അടയൊക്കെ ഉണ്ടാക്കിയ ശേഷം മീതെ വരുന്ന ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ ഒരു കൂട്ട്, അതിന് ഞങ്ങൾ സഹോദരങ്ങൾ തമ്മിൽ തല്ലി അടിയായിരുന്നു കേട്ടോ. ഇനി ഞാൻ എൻ്റെ മക്കൾക്കത് വേണമെന്ന് ചോദിച്ചപ്പോൾ അവരത് മുഖം ചൊളിച്ചു. ഈ പിള്ളേർക്ക് ഇതിൻ്റെ ഒന്നും രസം അറിയില്ലെന്നേ. അട അവിടെ ആവട്ടെ, അപ്പം നമുക്ക് പനിക്കൂർക്ക ഇട്ട് ഒരു ചായയും കൂടി ഉണ്ടാക്കാം. പനിക്കൂർക്ക ഇട്ട് വേറൊന്നുമല്ല, അതപ്പം ഈയിടെയായിട്ട് കോൾഡും ചുമയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടൊരു കട്ടൻ ചായ പാസ്സാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിള്ളേർ അക്ഷമയോടെ കാത്തിരിക്കുകയാണ് കേട്ടോ. ആദ്യം എന്തൊക്കെ സംഭവം എന്നൊക്കെ വിചാരിച്ചു. അമ്മ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഇതുണ്ടാക്കി അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഞാനായിട്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ. അങ്ങനെ ഇതേ അടയൊക്കെ ഉണ്ടാക്കി കഴിച്ചൊരു ഹാങ് ഓവറിൽ ഞങ്ങൾ കുറച്ച് നേരം മുറ്റത്തേക്ക് ഇറങ്ങി കേട്ടോ. കൊതുക് കുത്തിപ്പറിക്കണേന് മുന്നേ ഗ്രാമീണ ഭംഗി ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു സന്ധ്യാസമയം.